നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സ് ആൻഡ് GSTയിൽ ചെറിയൊരു ടോപ്പിക്കാണ്. അതായത് പ്രൊസീജിയർ ഫോർ അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ. പ്രൊസീജിയർ ഫോർ അസസ്മെൻറ്റിൽ ഇപ്പോൾ ഒരു SSC ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അതിനുള്ള ഫോർമാറ്റുകളുണ്ട്. ITR ഫോർമാറ്റുകളുണ്ട്, ഇൻകം ടാക്സ് റിട്ടേൺസ് ഫോർമാറ്റുകളുണ്ട്. അതിലൂടെയാണ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫോമുകളുണ്ട്. ഒരു 7 ഫോമുകൾ ഇപ്പം നമുക്ക് നിലവിലുണ്ട്. ITR 1 മുതൽ ITR 7 വരെയുള്ള ഫോമുകൾ ജനറൽ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്, ആർക്കൊക്കെയാണ് അത് ഫയൽ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എല്ലാ SSCക്കും എല്ലാ ITR ഫോമാറ്റുകളും അപ്ലിക്കബിൾ അല്ല. ചിലവർക്ക് ചില ഫോമാറ്റുകളാണ്. ഇപ്പോൾ ഇൻഡിവിജ്വൽസിന് ഇൻകം കോമ്പിനേഷൻസ് വരുമ്പോൾ എല്ലാ ഇൻകംസ് ഉള്ള ആൾക്കാർക്ക് ITR 1 ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ITR 4 ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ITR 2 ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുണ്ട്. അപ്പം അത് എന്താണ് എന്നുള്ളതാണ്. ആർക്കൊക്കെ ഏതൊക്കെ ITR ഫോമാറ്റുകൾ അപ്ലിക്കബിൾ ആയിട്ട് വരും, ഏതൊക്കെ തരം ITR ഫോമാറ്റുകളാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ITRകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ ടോപ്പിക് എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് ഫോംസ് ഓഫ് റിട്ടേൺസ്. ഇൻകം ടാക്സ് റിട്ടേൺസ് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ഫോർമാറ്റുകളുണ്ട്. അപ്പോൾ ഒരു 7 ഫോർമാറ്റുകൾ, 7 ITR ഫോമുകളാണ് സാധാരണഗതിയിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ITR ഫോമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു 7 ITR ഫോമുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിലാദ്യം ITR 1. അപ്പോൾ ഇൻഡിവിജ്വൽസിന് മാത്രമായിട്ടുള്ള ഒരു ITR ഫോമാണ് ITR 1 എന്ന് പറയുന്നത്. ഇതിന് സാധാരണ നമ്മൾ അറിയപ്പെടുന്ന ഒരു പേര് എന്ന് പറയുന്നത് സഹജ് എന്നാണ്. അപ്പോൾ ITR 1 അറിയുന്ന പേരാണ് സഹജ് എന്നുള്ളത്. ഇനി ആർക്കൊക്കെയാണ് ITR 1 ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ അതിൽ ITR 1 സാധാരണ ഉപയോഗിക്കുന്നത് സാലറീഡ് എംപ്ലോയീസ്, സാലറി വാങ്ങിക്കുന്ന അല്ലെങ്കിൽ അതേപോലെ തന്നെ ഫാമിലി പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാർ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട ഫോർമാറ്റാണ് ITR 1. അതേപോലെ തന്നെ ഒരു വീട്, ഒരു ഹൗസ് പ്രോപ്പർട്ടി മാത്രം ഉള്ള ആൾക്കാരും, അതേപോലെ തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ് എക്സെപ്റ്റ് വിന്നിങ് ഫ്രം ലോട്ടറി ആൻഡ് അതർ ഹോഴ്സ് റേസോ അല്ലെങ്കിൽ വിന്നിങ് ഫ്രം ലോട്ടറിയോ അല്ലാത്ത ബാക്കിയുള്ള ഇൻകം ഫ്രം അതർ സോഴ്സ് ഉള്ള ആൾക്കാരും, അതേപോലെ തന്നെ ഒരു വീട് ഹൗസ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ആളും, അതേപോലെ തന്നെ സാലറി ഇൻകം, ഈ 3 കാറ്റഗറി പ്രധാനമായിട്ടുള്ള ആൾക്കാർ ഫോം ചെയ്യണം. ഇത് മാത്രമാണ് ഉള്ളത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ITR 1 ഫയൽ ചെയ്യാനായിട്ട്, റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതിലൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. മോറോവർ ഇൻ കേസ് എനി ഇൻകം ഓഫ് സ്പൗസ് അല്ലെങ്കിൽ മൈനർ ചൈൽഡിൻ്റെ ഒക്കെ നമ്മൾ ഇൻകംസ് ക്ലബ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് എന്താ ക്ലബിങ് എന്നൊക്കെ അറിയാം അല്ലേ? വേറൊരാളുടെ ഇൻകം നമ്മളുടെ ഇൻകത്തിൻ്റെ കൂടെ കൂട്ടുന്നതിനെയാണ് നമ്മൾ ക്ലബ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ക്ലബ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ITR 1 ചെയ്യാം. പക്ഷേ മുകളിൽ പറഞ്ഞ 3 കാറ്റഗറിയിലുള്ള ഇൻകം മാത്രം തന്നെ ആർക്കും ഉണ്ടാവാൻ പാടുള്ളൂ. നമ്മൾ ആരുടെ ഇൻകമാണോ ക്ലബ് ചെയ്യാൻ പോകുന്നത് അവർക്കും ഉണ്ടാവാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് ITR 1 ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെ ഇത് ഫയൽ ചെയ്യാം ഇതെന്നുള്ളത്. ഇനി ആർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റില്ല? ITR 1 ഈസ് നോട്ട് അപ്ലിക്കബിൾ ഇൻ ദ ഫോളോയിങ് കേസസ്. താഴെ പറയുന്ന ഇൻകംസ് വരികയാണെങ്കിൽ ആ SSCക്ക് ഒരിക്കലും ITR 1 ഫോം ഫില്ല് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ആർക്കൊക്കെയാണ്? നേരത്തെ പറഞ്ഞു നമ്മൾ, ഒരു വീട് ഹൗസ് പ്രോപ്പർട്ടി ഉള്ള ആൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നിൽ കൂടുതൽ വീടുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ITR ഫോം 1 ചെയ്യാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ ഇൻകം ഫ്രം ലോട്ടറി അല്ലെങ്കിൽ വിന്നിങ് ഫ്രം ലോട്ടറി, അതേപോലെ തന്നെ ഹോഴ്സ് റേസ് ഇൻകം, അതർ സോഴ്സിൽ നമ്മൾ പറഞ്ഞു അല്ലേ, ഇത് രണ്ടും ഒഴിച്ചുള്ളത് നമുക്ക് 1 ചെയ്യാം. പക്ഷേ അത് രണ്ടും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ITR 1 ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ഉള്ള ആൾക്കാർ, അതേപോലെ തന്നെ 5000 രൂപയിൽ കൂടുതൽ അഗ്രികൾച്ചർ ഇൻകം ഉള്ള ആൾക്കാർ, ബിസിനസ് പ്രൊഫഷൻ ഇൻകം ഉള്ള ആൾക്കാർ, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഉള്ള ആൾക്കാർ, അതേപോലെ തന്നെ HP-യിൽ ക്യാപിറ്റൽ ഗെയിൻ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, അവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ITR 1 ഫില്ല് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ITR 1 റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഇത്രയുമാണ് ITR 1 കാര്യം. അപ്പോൾ നമ്മൾ ബ്രീഫായിട്ട് നോട്ട് ചെയ്യേണ്ടത് സാലറി ഇൻകം അല്ലെങ്കിൽ ഫാമിലി പെൻഷൻ, അതേപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടി, ഒരു വീടിൻ്റെ ഇൻകം ഉള്ള ആൾക്കാർ, അതേപോലെ തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ്, ഏത് പാടില്ല? വിന്നിങ് ഫ്രം ലോട്ടറിയും പാടില്ല, ഹോഴ്സ് റേസ് ഇൻകവും പാടില്ല. ഇത് രണ്ടും ഇല്ല വെച്ചാൽ അതർ സോഴ്സ് ഉണ്ടെങ്കിൽ അതും ഈ 3 ഇൻകം വെച്ചിട്ട്, ഈ 3 ഇൻകം മാത്രമേ ഉള്ളൂ വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ITR 1 റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി നോക്കൂ,
അടുത്ത ITR ആണ് ITR 2 എന്ന് പറയുന്നത്. ഇത് ഇൻഡിവിജ്വലിനും HEFനും ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഡിവിജ്വലിന് ITR 1 ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ, അവിടെ കുറച്ച് കേസുകൾ പറഞ്ഞു, കണ്ടീഷൻസ് പറഞ്ഞിട്ട്. അപ്പോൾ ആ കണ്ടീഷൻസിൽ പെടാത്ത ആൾക്കാർക്ക് ഇവിടെ പറ്റും ITR 2 ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നോക്കി നോക്കൂ, ഹു ക്യാൻ യൂസ്, ആർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ITR 2 ഈസ് യൂസ്ഡ് ബൈ എൻ ഇൻഡിവിജ്വൽ ഓർ HEF ഹൂസ് ടോട്ടൽ ഇൻകം കംപ്രൈസ് ഫോളോയിങ് ഇൻകംസ്. താഴെ പറയുന്ന ഇൻകംസ് ആണ് ഉള്ളതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ITR 2 ചെയ്യാവുന്നതാണ്. അതിൽ പറയുന്നത് ഇൻകം ഫ്രം സാലറി ഓർ പെൻഷൻ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ് ഇൻക്ലൂഡിങ് ഇൻകം ഫ്രം വിന്നിംഗ് ഫ്രം ലോട്ടറി ആൻഡ് ഹൂസ് റേസ്. അപ്പോൾ ഹൂസ് റേസും വിന്നിംഗ് ഫ്രം ലോട്ടറി ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ITR 2 ആണ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇത്രയും ഇൻകംസ് അതിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും എന്നുള്ളത്. ഇനി ആർക്കൊക്കെ ITR 2 പറ്റില്ല എന്നുള്ളത്, ITR 1 ഫില്ല് ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും ITR 2 ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് എ പാർട്ട്ണർഷിപ്പ് ഫേം ഹാവിംഗ് എക്സംപ്റ്റ് ഇൻകം ബൈ വേ ഓഫ് ഷെയർസ് പ്രകാരം എക്സംപ്റ്റ് ഇൻകംസ് ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ITR 2 ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഉണ്ടെങ്കിൽ ITR 2 ഇസ് നോട്ട് പോസിബിൾ. Then an individual HEF his total income includes any income taxable under the head profit or gain or business or profession. In other words, business or profession income does not form the part of ITR 2. ITR 2 പ്രകാരം ബിസിനസ് ഓർ പ്രൊഫഷണൽ ക്യാപിറ്റൽ ഗെയിൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ITR 2 ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് ITR 3. ITR 3 അപ്ലിക്കബിൾ ആവുന്നത് ഇൻഡിവിജ്വലിന്, HEFന്, അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പിന്. അപ്പോൾ പാർട്ട്ണർഷിപ്പിന് നേരത്തെ പറഞ്ഞ രണ്ടും പറ്റില്ല. ITR 1ഉം ITR 2 പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഉണ്ടെങ്കിൽ നമുക്കത് ഫില്ല് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് പ്രത്യേകം അവർക്ക് മാത്രം പറ്റുന്ന ഒരു ITR ഫോമാണ് ഇത് ITR 3 എന്ന് പറയുന്നത്. സോ ആർക്കൊക്കെയാണ് അത് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും അവർക്ക് തന്നെയാണ്. HEFനെ കുറിച്ച്, അത് HEFനും അതേപോലെ തന്നെ ഇൻഡിവിജ്വലിനും അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഫേം ചെയ്യുന്ന ആൾക്കാർക്കും പറ്റിയ ഒരു ITR ഫോമാണ് ITR 3 എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ്, സാലറി, ബോണസ്, കമ്മീഷൻ, റെമ്യൂണറേഷൻ ബൈ വാട്ട് എവർ നെയിം കോൾഡ് ഡ്യൂ ടു റിസീവ്ഡ് ബൈ ഇൻഡിവിജ്വൽ ഓർ HEF ഫ്രം സച്ച് ഫേം. ആ ഫേമിൽ നിന്ന് ആ ഇൻഡിവിജ്വൽ ഈ പറയുന്ന ഏത് ഇൻകംസ് റിസീവ് ചെയ്യുകയാണെങ്കിലും അതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ITR ഫോമിൽ ഫില്ല് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫോമിൽ റിട്ടേൺസ് ഫയൽ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ITR 4. ITR 4 പറയുമ്പോൾ ITR 1ന് നമ്മൾ ഒരു പേര് പറഞ്ഞിരുന്നു, സഹജ് എന്നുള്ളത്. അതേപോലെ ഇൻകം ടാക്സ് അതോറിറ്റി വളരെ എളുപ്പത്തിന് പറയാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിന് പ്രത്യേകം ഒരു പേര് കൊടുത്തിരിക്കുകയാണ്, സഹജ് എന്ന് പറയാം. അതേപോലെ ITR 4ന് കൊടുത്തിരിക്കുന്ന പേരെന്ന് പറയുന്നത് സുഗം എന്നാണ്. സുഗം എന്നുള്ള പേരാണ് ITR 4ന് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ITR 4 എന്നുള്ളിടത്ത് 4S എന്ന് കാണാം. ഈ S എന്നുള്ളത് സുഗം എന്ന് പറയുന്ന പേരിൻ്റെ ഒരു ഇനീഷ്യൽ വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ITR 4 ആർക്കൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ ഇൻകംസ് വരുമ്പോഴാണ് ITR 4 ചെയ്യുന്നതാണ്. ഇൻകം ഫ്രം സാലറി, പെൻഷൻ, അതേപോലെ തന്നെ ഇൻകം ഓർ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഓർ ലോസ് ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഓർ ലോസ് ഫ്രം അതർ സോഴ്സ്. ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ITR 4 ആണ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുക. Moreover, every partnership firm, individuals or HEF having their tax audits mandatory under section 44AB is required to file their ITR 4 electronically using digital signature. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ പറയുന്ന പാർട്ട്ണർഷിപ്പ് ഫേമിനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനോ HEFനോ ഒരു ടാക്സ് ഓഡിറ്റ് മാൻഡേറ്ററി ആയിട്ട് 44AB പ്രകാരം ചെയ്യുകയാണെങ്കിൽ അവരൊക്കെ ഇതിലെന്ത് ചെയ്യാൻ പറ്റും, ITR 4 ഇലക്ട്രോണിക്കലി ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി ഇത് പ്രധാനമായിട്ടും ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സ്കീം ITR 4Sൻ്റെ ഒരു പ്രത്യേകതയാണ്. ITR 4S form is applicable on individual HEF or a small business taxpayers deriving income from business income were presumptive scheme under section 44AD and 44AE of the Act is used to computation of business income. സോ നമ്മളൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. സാലറി, പെൻഷൻ, ഹൗസ് പ്രോപ്പർട്ടി, അതർ സോഴ്സ്, ഇത്രയും കാര്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ITR 4S ചെയ്യാവുന്നതാണ്. ഇനി ആർക്കൊക്കെ ITR 4 ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഹു കനോട്ട് യൂസ് ITR 4. അതല്ല, ചുരുക്കി പറയുകയാണെങ്കിൽ ഇൻകം ഫ്രം മോർ ദാൻ വൺ ഹൗസ്, ഒന്നിൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടീസ് ഉണ്ടെച്ചാൽ
4 ചെയ്യാനായിട്ട് പറ്റില്ല. ഇൻകം ഫ്രം വിന്നിങ് ഫ്രം ലോട്ടറി ഓർ ഇൻകം ഫ്രം ഹോഴ്സ് റേസ് അതുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഇൻകം ഫ്രം ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. 5000-ൽ കൂടുതൽ അഗ്രികൾച്ചർ ഇൻകം വരികയാണെങ്കിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ റിലീഫ് ഫോറിൻ ടാക്സ് പെയ്ഡിൽ റിലീഫ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുകയാണെങ്കിലും അവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ITR 4 ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പം എളുപ്പത്തിൽ പറയുന്ന 1-2 കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി ITR 5. ITR 5-ൽ പറയുന്നത് this form can be used by any person not being an individual or a HUF or a company or a person who cannot use ITR 7 below എന്ന് പറയുന്നുണ്ട്. എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതല്ലാത്തപ്പോൾ ഇൻഡിവിജ്വൽസ് ഇവരല്ലാതെ പറയുമ്പോൾ പിന്നെ ആരാ, ഫേം ഉണ്ട്, AOP ഉണ്ട്, BOI ഉണ്ട്, ഓർ എനി അതർ പേഴ്സൺ. സോ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ അതർ പേഴ്സൺ ആണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഉള്ള ഒരു ഫോമാറ്റാണ് ITR 5 എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽസിന് കൂടുതലായിട്ട് ഇത് അപ്ലിക്കബിൾ അല്ല. ദെൻ ഹു കനോട്ട് യൂസ് ദ ഫേം, അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഇൻഡിവിജ്വലിന് പറ്റില്ല, HUFന് പറ്റില്ല, കമ്പനിക്ക് പറ്റില്ല. ഇവർ 3 പേർക്കും ഇത് ഫിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് ടു ദോസ് പേഴ്സൺസ് ഹൂം ITR 7 ഈസ് ബീയിങ് അപ്ലിക്കബിൾ. ഇനി ITR 7 അപ്ലിക്കബിൾ ആയിട്ടുള്ള ആൾക്കും ഇത് എന്താ ചെയ്യാൻ പറ്റില്ല, ITR 5 ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്ന ITR 5 അപ്ലിക്കബിൾ ആയിട്ട് വരുന്ന ആർക്ക് മാത്രമേ ഉള്ളൂ, ഫേമിന്, അതേപോലെ തന്നെ AOP അസോസിയേഷൻ ഓഫ് പേഴ്സൺസിന്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിന്, ആൻഡ് എനി അതർ പേഴ്സൺ എന്നവിടെ പറയുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് നമ്മൾ ITR 6ഉം ITR 7ഉം എന്താണെന്നുള്ളതാണ്. അപ്പോൾ ITR 6 എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അത് കമ്പനിക്കുള്ളതാണ്. സോ ദിസ് ഫോം ക്യാൻ ബി യൂസ്ഡ് ബൈ എ കമ്പനി നോട്ട് ബീയിങ് കമ്പനി ക്ലെയിമിംഗ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 11. സെക്ഷൻ 11 പ്രകാരം എക്സംഷൻ ക്ലെയിം ചെയ്യാത്ത എല്ലാ കമ്പനിക്കും ഫിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ITR ഫോമാറ്റാണ് ITR 6 എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ ITR 7 എന്ന് പറയുന്നത്, ITR 7 ഫോം ക്യാൻ ബി യൂസ്ഡ് ബൈ പേഴ്സൺ ഇൻക്ലൂഡിംഗ് കമ്പനീസ് ഹൂസ് ആർ റിക്വയർഡ് ടു ഫേർണിഷ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139 പ്രകാരം A4A 4B 4C 4D എന്ന് പറയുന്ന സെക്ഷൻസ് പ്രകാരം ഫയലിംഗ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പറ്റുന്ന ഫോമാണ് ITR 7 എന്ന് പറയുന്നത്. അത് ITR 4A എന്ന് പറയുന്നത് ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റ് ആണ്. 4B എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടിയാണ്. 4C എന്ന് പറയുന്നത് സെർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, അത് റെഫർ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. 4D എന്ന് പറയുന്നത് സയൻറ്റിഫിക് റിസർച്ച് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇത്രയും കമ്പനീസിന് ITR 7 ആണ് അപ്ലിക്കബിൾ. അപ്പോൾ 7 അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കമ്പനിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, 6ഓ അല്ലെങ്കിൽ 5ഓ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അപ്പോൾ ഇത്രയും ITR ഫോമുകളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോമാറ്റുകൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.